ഒരുപാട് പ്രതീക്ഷകളോടെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് അതിനൊരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തേക്കാമെന്ന് വിചാരിച്ച് ജി എസ് ടി രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് എപ്പോൾ അപ്രൂവ് ആകുമെന്ന് ഓർത്തുകൊണ്ട്. സാധാരണ മിനിമം 7 ദിവസം അല്ലാതെ കൂടുതൽ സമയമൊക്കെ എടുത്തിരുന്നു ഇതൊന്ന് അപ്രൂവ് ആയി കിട്ടാനായിട്ട്. 1 മാസം 1.5 മാസമൊക്കെ സമയം എടുത്തിട്ടുണ്ട് ചില കേസുകളിൽ ഇതൊന്ന് അപ്രൂവ് ആകാനായിട്ട്. കാരണം മാനുവലായിട്ടുള്ളൊരു വേരിഫിക്കേഷന് ശേഷമായിരുന്നു ഇത് അപ്രൂവ് ആയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനി മുതൽ, അതായത് നവംബർ 1-ാം തീയതി മുതൽ പുതിയതായിട്ട് എടുക്കുന്ന ജി എസ് ടി രജിസ്ട്രേഷനൊക്കെ വെറും 3 ദിവസം കൊണ്ട് ഓട്ടോമാറ്റിക് വേരിഫിക്കേഷനിലൂടെ അപ്രൂവ് ആകാൻ പോവുകയാണ്. രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഓപ്ഷൻ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ റൂൾ 14A എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വേരിഫിക്കേഷനിലൂടെ 3 ദിവസം കൊണ്ട് നമ്മുടെ ജി എസ് ടി അപ്രൂവ് ആകും. പക്ഷേ ആ ഓപ്ഷൻ എസ് കൊടുക്കാൻ ആർക്കൊക്കെയാണ് സാധിക്കുക? നമ്മുടെ ബിസിനസ് ലോ റിസ്ക് കാറ്റഗറി പെടുന്നതായിരിക്കണം. അതായത് ITC 2 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം പെർ മന്ത്. അങ്ങനെയുള്ള കാറ്റഗറി പെടുന്ന ആൾക്കാർക്ക് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ എന്നാണോ ഈ ITC 2 ലക്ഷത്തിന് മുകളിലാകുന്നത് ആ സമയത്ത് മാനുവലായിട്ടുള്ള വേരിഫിക്കേഷനിലേക്ക് പോകും. ഇപ്പം നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് കൊടുക്കുന്നതെങ്കിൽ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ആകാനുള്ള സാധ്യതയുണ്ട്.